ഞാനിപ്പോൾ നിൽക്കുന്നത് സോൺ 7-നും സോൺ 4-നും ഇടയിലുള്ള ഭാഗത്താണ്. എന്റെ വലതുവശത്ത് കാണുന്നത് ഗവൺമെന്റ് ഹൈസ്കൂൾ വെള്ളാർമലയാണ്, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമലയാണ്. ഈ രണ്ട് കെട്ടിടങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് അവശേഷിക്കുന്ന അടയാളം എന്ന് പറയുന്നത്. ബെയിലി പാലം നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കിയതിന്റെ താഴെ ഭാഗത്താണ് ഇപ്പോൾ JCB-കൾ ഉപയോഗിച്ചുകൊണ്ട്, മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും മണ്ണ് വകഞ്ഞു മാറ്റുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തിന്റെ ഭാഗമടക്കം നീക്കിക്കൊണ്ടാണ് അവിടെ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധന നടക്കുന്നത്. ഇതുപോലെ ചെളിയും മണ്ണും എല്ലാം അടിഞ്ഞുകൂടിയ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന ഇടങ്ങളിലെല്ലാം വീടിന്റെ അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ, വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ, അതൊക്കെ ഈ മണ്ണിന് മുകളിൽ ഉയർന്നു കാണാൻ കഴിയുന്നുണ്ട്. 70ഓളം വീടുകളാണ് ഒലിച്ചുപോയത്. ആ വീടുകളുടെ ഭാഗങ്ങൾക്കിടയിൽ കുടുങ്ങി വീടുകൾക്കുള്ളിൽ ഉറങ്ങുകയായിരുന്ന മനുഷ്യർ, അവർ പെട്ടുപോയിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം, അതായത് ഈ നദിയുടെ രണ്ട് ഭാഗങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഈ വെള്ളാർമല ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഭാഗത്തുകൂടി ഒഴുകുന്ന പുഴയുടെ ഭാഗം അതേപോലെ തന്നെയാണ് മറുഭാഗത്തും ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളാർമല സ്കൂളിന്റെ ആ ഭാഗത്തേക്ക് വെള്ളം അടിച്ചു കയറിയിട്ടില്ല, അത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാം. എന്നാൽ ഇപ്പുറത്തേക്ക് ഇടതു ഭാഗത്തേക്ക് വെള്ളം വന്ന് കയറിയിട്ടുണ്ട്. താഴത്തെ നില പൂർണ്ണമായും തകർന്ന് അതുവഴിയാണ് ഈ വലിയ മരങ്ങളടക്കം അകത്തേക്ക് കയറിപ്പോയതെന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ബെഞ്ചിത് പി ഗോപാലാണ് എനിക്കൊപ്പം ഉള്ളത്. നോക്കൂ, ഇത് വീടിന്റെ ഭാഗത്തിനൊപ്പം വന്ന മറ്റൊരു ചെരുപ്പാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. വീടുകൾ ഒഴുകി വന്നിട്ടുണ്ട്. ആ വീടുകളിൽ ഉണ്ടായിരുന്ന മനുഷ്യരും ഈ മണ്ണിനടിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലെ തന്നെയാണ് ഒരു ശ്മശാന ഭൂമിയിൽ നിൽക്കുന്നത് പോലെ മുഴുവൻ പാറക്കഷ്ണങ്ങളും ചെളിയും മണ്ണും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു പ്രതലമായി ചൂരൽമലയ്ക്കും വെള്ളാർമലയ്ക്കും ഇടയിലുള്ള ഭാഗം ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിരപ്പായ പ്രതലമായി മാറിയിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ സ്വാഭാവിക ഒരു ഭൂമിയുടെ ഘടനയല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവഴി മലവെള്ളം കുതിച്ചൊഴുകി പോയതാണ്, വലിയ പാറകളടക്കം പോയതാണ്. അതെല്ലാം നീക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടത്തേണ്ടത്. നമുക്ക് ഇനി ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊപ്പം നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ബെഞ്ചിത് പി ഗോപാലിനും ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. മറുഭാഗത്തും നദി ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഒഴുകുകയാണ്. അതായത് ഈ രണ്ട് സ്ട്രീമുകൾ നമ്മൾ രണ്ട് ഭാഗത്തുമായി, സ്കൂളിന്റെ ഭാഗത്തും ഇപ്പുറത്ത് തേയില എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ഭാഗത്തുമായി രണ്ട് കൈവഴികളായാണ് ഇപ്പോൾ ഈ പുഴയുടെ ഭാഗം ഒഴുകി വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഭാഗവും എന്ന് പറയുന്നത് ഈ നടുവിലൂടെയും ഇതേ ശക്തിയിൽ തന്നെ മലവെള്ളം കുതിച്ചു വന്നതാണ് ഉരുൾപൊട്ടൽ വേളയിൽ നമ്മൾ കണ്ടത്. വലിയ ആഘാതമാണ് അത് ഈ ഒരു പ്രദേശത്ത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വലിയ ഭൂവിഭാഗമാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്നുമില്ലാത്തവണ്ണം നാമാവശേഷമായി കിടക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം തകർന്ന് മുകളിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടുവന്ന മനുഷ്യരെയും ഇതിനടിയിൽ കുഴിച്ചു മൂടിയിരിക്കുകയാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നോക്കൂ, ആ തേയില എസ്റ്റേറ്റിന്റെ ഭാഗത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ, അവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല ഒഴുകി വന്ന മരങ്ങൾ, അതെല്ലാം എടുത്ത് മാറ്റുന്ന പ്രവൃത്തികളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. നമുക്ക് അങ്ങേ തലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ തേയില എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ഭാഗം, അവിടെ വലിയ പാറക്കഷ്ണങ്ങളടക്കം വന്നു മൂടിക്കിടക്കുകയാണ്. അവിടേക്കും ഈ വീടുകളൊക്കെ ഒഴുകി, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന മനുഷ്യർ ഒഴുകിയെത്താനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് തെർമൽ ഇമേജിങ്ങിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ആ തെർമൽ ഇമേജിങ്ങിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. ഈ വെള്ളം ഒഴുകിപ്പോയ വഴി അത് രണ്ട് ഭാഗമായി പിരിഞ്ഞിരിക്കുന്നു. ഇനി നോക്കേണ്ടത് ഈ നടുവിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സാധനങ്ങളിലേക്കാണ്. ഇതൊരു വലിയ മരമാണ്, വലിയ വണ്ണമുള്ള ഒരു മരമാണ്. അത് കടപുഴകി അതിൻ്റെ തോലൊക്കെ ചീന്തി വന്നിരിക്കുന്ന ഒരു മരമാണ്. ഇത് ആ മലയിൽ, ആ ഉരുൾപൊട്ടിയ ഭാഗത്ത് ഉണ്ടായിരുന്ന മരമാകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ തോലൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഇത്രയും കട്ടിയുള്ള തോലടക്കം ചീന്തി വന്ന മരത്തിന്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെയുള്ള വലിയ മരങ്ങളാണ് അങ്ങേ തലയ്ക്കൽ, അതായത് ആ ഡെഡ് എൻഡിൽ പോയി അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഇതിനേക്കാൾ വലിപ്പമുള്ളത്, ഇതേ വലിപ്പമുള്ളത്, ഇതിലും ചെറിയ മരങ്ങൾ, അങ്ങനെ ആ മലമുകളിലുണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ ഈ മണ്ണൊലിപ്പിനൊപ്പം, ഈ ഉരുൾപൊട്ടലിനൊപ്പം താഴേക്ക് ഒലിച്ചിറങ്ങി ഈ ഭാഗത്തു കൂടി കടന്നു പോയതാണ്. അതിലൊരു തടി കഷണമാണ് ഇവിടെ മണ്ണിൽ പൂണ്ട് കിടക്കുന്നത്. ഇതുപോലെ മണ്ണിൽ പൂണ്ട് കിടക്കുന്ന വീടുകളുടെ ഭാഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. അതുകൊണ്ടാണ് പൂർണ്ണമായും ആഴത്തിൽ കുഴിച്ച് പരിശോധിക്കാം എന്ന തീരുമാനം എടുത്തിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ അങ്ങനെയുള്ള ആഴത്തിലെ പരിശോധനയാണ് ഇപ്പോൾ ഗവൺമെന്റ് VHSS വെള്ളാർമലയുടെ താഴെ ഭാഗത്തായി നടക്കുന്നത്. നമ്മൾ മറുഭാഗത്ത് കാണുന്ന കെട്ടിടമാണ് ഗവൺമെന്റ് VHSS വെള്ളാർമല.
അതിന്റെ തൊട്ടു ചേർന്നുള്ള ഭാഗത്താണ് ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നത്. ആഴത്തിൽ കുഴിച്ച് വകഞ്ഞു മാറ്റുകയാണ് ആ ഭാഗങ്ങളെല്ലാം. അതുവഴിയാണ് ഇപ്പോൾ കൂടുതൽ വെള്ളവും ചെളിയും എല്ലാം കൂടിക്കുഴഞ്ഞ് എടുത്തു മാറ്റുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ രീതിയിൽ ആ ബെയിലി പാലം ഉള്ള ഭാഗം മുതൽ ഇങ്ങനെ കുഴിച്ച് ഈ ഭാഗം മുഴുവൻ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വലിയ പാറക്കഷ്ണങ്ങൾ ഒപ്പം വലിയ തടിക്കഷ്ണങ്ങൾ ചെന്നുകൂടിയിരിക്കുന്ന ഡെഡ് എൻഡ് വരെയുള്ള ഭാഗത്ത് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കടന്നു വന്ന ഈ ടിൽ ഒരുപാട് പേരെ ഒരുപക്ഷെ കുഴിച്ചു മൂടിയിട്ടുണ്ടാകാം എന്നതിന്റെ സൂചനകളാണ് തെർമൽ ഇമേജിംഗിലും കിട്ടുന്നത്. അങ്ങനെ കിട്ടിയ തെർമൽ ഇമേജിംഗ് അനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഞാൻ നിൽക്കുന്നതിന്റെ നേരെ എതിർവശത്ത് ആ പാറക്കൂട്ടങ്ങൾ വന്നടിഞ്ഞ ഭാഗം കാണാം. ആ പാറക്കൂട്ടങ്ങൾ വന്നടിഞ്ഞ ഭാഗത്തു നിന്നാണ് 4 മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെടുത്തത്. അതായത് എൻഡ് ടു എൻഡ് പൂർണ്ണമായും കുഴിച്ചു പരിശോധിക്കുക, അതിൽ കൃത്യമായി തെർമൽ ഇമേജിംഗിലൂടെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ കുഴിക്കുക, അല്ലാതെ ഇത് മുഴുവൻ കുഴിക്കുക എന്നതിൽ നിന്ന് മാറി ഒരു സ്മാർട്ട് വർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ രീതിയിലാണ് ഓപ്പറേഷൻസ് എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സും വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ ഇപ്പോൾ ഇവിടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ആണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്, കുഴിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദൗത്യ സംഘങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. സോൺ 7-ലും സോൺ 4-ലും ഒരേ സമയം ആഴത്തിൽ കുഴിച്ചു പരിശോധന നടക്കുകയാണ്. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമലയുടെ കെട്ടിടമാണ് നമ്മൾ ഈ കാണുന്നത്. ആ കെട്ടിടങ്ങളിൽ അവശേഷിക്കുന്നതൊഴിച്ച് ബാക്കി ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം ഒലിച്ചു വന്ന് വീണ അടിഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമല ഒരു ദുരന്ത ഭൂമിയായി കിടക്കുകയാണ്. ഒരു പ്രേത ഭൂമിയിൽ ചവിട്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനടിയിലൊക്കെ മനുഷ്യരുടെ മൃതദേഹം ഉണ്ടാകാനുള്ള, ആടുമാടുകളുടെയൊക്കെ ജഡങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തെർമൽ ഇമേജിംഗ് ഒരിക്കൽ കൂടി ഈ മേഖലയിൽ നടത്തുന്നുണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയതിന്റെ പരിശോധനാ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഭാഗങ്ങൾ, സൂചന കിട്ടിയ ഭാഗങ്ങൾ ആഴത്തിൽ കുഴിച്ച് പരിശോധിക്കുന്നത്. ചൂരൽമലയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ബെഞ്ചിത് പി ഗോപാലിനൊപ്പം റിപ്പോർട്ടർ സുജയ പാർവതി, ഇൻ റിപ്പോർട്ടർ.